السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സമാദരണീയരായ ഉസ്താദന്മാരെ, സ്നേഹനിധികളായ മുതഅല്ലിം സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ രണ്ടായി നമുക്ക് തരംതിരിക്കാം. ഹയ്യ, മയ്യിത്ത്, ജീവനുള്ളവ, ജീവനില്ലാത്തവ. അതിൽ ജീവനുള്ളവയ്ക്ക് കൂടുതൽ ആദരവും മുൻഗണനയും പരിഗണനയും ഫദലും നൽകപ്പെട്ടു. ജീവനുള്ളവയിൽ തന്നെ മനുഷ്യനും മനുഷ്യേതര ജീവികളും. അതിൽ മനുഷ്യൻ അല്ലാഹു ഫദൽ നൽകി. മനുഷ്യരിൽ വിശ്വാസികളായ മനുഷ്യർ, വിശ്വാസികളല്ലാത്ത മനുഷ്യർ. അതിൽ വിശ്വാസികളായ മനുഷ്യർക്ക് അല്ലാഹു വിശ്വാസികൾ ആയ മനുഷ്യർ, വിശ്വാസികളല്ലാത്ത മനുഷ്യർ, അതിൽ വിശ്വാസികൾക്ക് അല്ലാഹു ഫദൽ നൽകി. വിശ്വാസികളിൽ തന്നെ പണ്ഡിതന്മാർ, പണ്ഡിതന്മാരല്ലാത്തവർ, അതിൽ പണ്ഡിതന്മാർക്ക് അല്ലാഹു ഫദൽ നൽകി. പണ്ഡിതന്മാരിൽ തന്നെ അമ്പിയാക്കളായ പണ്ഡിതന്മാർ, അമ്പിയാക്കളല്ലാത്ത പണ്ഡിതന്മാർ, അതിൽ അമ്പിയാക്കൾക്ക് അല്ലാഹു ഫദൽ നൽകി. അമ്പിയാക്കളിൽ തന്നെ മുർസലീങ്ങളായ അമ്പിയാക്കൾ, മുർസലീങ്ങളല്ലാത്ത അമ്പിയാക്കൾ, അതിൽ മുർസലീങ്ങൾക്ക് അല്ലാഹു ഫദൽ നൽകി. മുർസലീങ്ങളിൽ തന്നെ ഉലുൽ അസ്മായ മുർസലീങ്ങൾ, ഉലുൽ അസ്മല്ലാത്ത മുർസലീങ്ങൾ, അതിൽ ഉലുൽ അസ്മിന് അല്ലാഹു ഫദൽ നൽകി. ഉലുൽ അസ്മിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അല്ലാഹു പ്രത്യേകം ഫദൽ നൽകി. അതിൽ അല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും അഫ്ദലുൽ ഖൽഖായി, അഫ്ദലുർ റുസുലായി, അഫ്ദലുൽ അംബിയായി അല്ലാഹു ആദരിച്ചു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, തിൽക റുസുൽ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. അല്ലാഹുവിന്റെ ദൂതന്മാരിൽ നിന്ന്, നമ്മുടെ ദൂതന്മാരിൽ നിന്ന് ഒരു കൂട്ടരെ മറ്റൊരു കൂട്ടരേക്കാൾ നാം ശ്രേഷ്ഠമാക്കി എന്ന് ഖുർആൻ പറഞ്ഞത് കൊണ്ടാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അജ്മഅത്തിൽ അഇമ്മത്തു അലാ അന്ന ബഅദൽ അംബിയായി അഫ്ദലു മിൻ ബഅദ്. അംബിയാക്കളിൽ നിന്നുള്ള ബഅദ് കുറച്ചു കൂട്ടർ മറ്റൊരു കൂട്ടത്തേക്കാൾ ശ്രേഷ്ഠരാണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. വഅലാ അന്ന സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഫ്ദലു മിനൽ കുല്ല്, എല്ലാ അമ്പിയാക്കളെക്കാളും ശ്രേഷ്ഠരാണ് എന്ന വിഷയത്തിലും പണ്ഡിതന്മാരുടെ ഇടയിൽ ഇജ്മാ ഉണ്ട് എന്ന് മഹാനായ റാസി ഇമാം പറഞ്ഞു വച്ചിട്ട്, റാസി ഇമാം അതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അഫ്ദലുർ റസൂൽ എന്നതിൽ ധാരാളം ദലീലുകൾ സമർപ്പിക്കുകയാണ്. റാസിമാവ് തുടങ്ങുന്നത് തന്നെ ഒന്നാമത്തേതായി റാസിമാവ് കൊണ്ടുവരുന്ന ദലീല് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ അയക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ലോകർക്ക് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹമാകുന്നുണ്ടെങ്കിൽ ലസിമ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലു മിനൽ ആലമീൻ, ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് അത് നിർബന്ധമാക്കുന്നുണ്ട് എന്ന് മഹാനായ റാസി ഇമാം ഈ ആയത്തിനെ ദലീലാക്കി കൊണ്ട് പറയുകയാണ്. രണ്ടാമതായി റാസി ഇമാം കൊണ്ടുവരുന്നത് അന്നഹു തആല കറന തഅതുഹു ലി തഅതിഹി, അല്ലാഹുവിന് വഴിപ്പെടണം എന്ന് പറഞ്ഞിടത്തെല്ലാം പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വഴിപ്പെടണമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. ആരെങ്കിലും ഒരുത്തൻ അല്ലാഹുവിന് വഴിപ്പെട്ടാൽ, അവൻ ഒരുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെട്ടാൽ അവൻ തീർച്ചയായും അല്ലാഹുവിന് വഴിപ്പെട്ടിരിക്കുന്നു എന്ന് ഉദാഹരണമാണ്. ഇന്നല്ലദീന യുബായിഊനക, നബിയേ അങ്ങയോട് ബൈഅത്ത് ചെയ്തവർ, ഇന്നമാ യുബായിഊനല്ലാഹ യദുല്ലാഹി ഫൗക ഐദീഹിം, അല്ലാഹുവിനോടാണ് അവർ ബൈഅത്ത് ചെയ്തിരിക്കുന്നത്. റസൂലുള്ളാഹി അല്ലാഹുവിനെ ത്വാഅത്ത് ചെയ്യണം എന്ന് പറയുന്നിടത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ത്വാഅത്ത് വേണമെന്ന് അല്ലാഹു പറഞ്ഞത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്ദലുൽ ഖൽഖാണെന്നതിന്റെ ദലീലാണ് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു വരികയാണ്. അടുത്തതായി
അന്ന മുഅ്ജിസത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് അഫ്ളു മിൻ മുഅ്ജിസാതി സായിരിൽ അംബിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് മുഴുവൻ അംബിയാക്കളുടെ മുഅ്ജിസത്തിനേക്കാൾ വളരെ അഫ്ളലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് മറ്റ് എല്ലാ അംബിയാക്കളുടെയും മുഅ്ജിസത്തിനേക്കാൾ അഫ്ളലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ധാരാളം മുഅ്ജിസത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്ളലുൽ ഖൽഖാണ് എന്ന് ദലീലാണ് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ തന്നെ അടുത്തതായി റാസിമാവ് പറയുന്നു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅത ഇലാ കുല്ലിൽ ഖൽഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചത് സൃഷ്ടികൾ മുഴുവൻ മഖ്ലൂഖാത്തിലേക്കുമാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, നബിയെ അങ്ങേ നാം അയച്ചത് ജനങ്ങൾ മുഴുവൻ ജനങ്ങളിലേക്കുമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ലോകർക്ക് മുഴുവനും ഗൈഡൻസ് ആയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചിരിക്കുന്നത്. അത് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവം ഏറ്റവും മഹത്തരമാണ്, ഏറ്റവും നല്ലതാണ്, ഏറ്റവും ബ്രില്യന്റ് ആണ് എന്നുള്ളത് ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. അതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകർക്ക് മുഴുവനും മുർഷിദായി റസൂലായി അയച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അഫ്ളലുൽ ഖൽഖ് എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. മാത്രമല്ല ഉമ്മത്തു സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ ഉമ്മം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് മറ്റ് സമുദായത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായവരാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഫദ്ല് വരാൻ കാരണം ആ ഉമ്മത്ത് പിന്തുടരുന്നത് ആരെയാണോ അവരുടെ ഫദ്ലാണ്. ഫളീലത്തു താബിഈ തൂജബു ഫളീലത്തുൽ മത്ബൂഅ്, തുടരുന്നവരുടെ ശ്രേഷ്ഠത തുടരപ്പെടുന്നവരുടെ ശ്രേഷ്ഠതയെ നിർബന്ധമാക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് വളരെ ഫദ്ലുള്ളവരാണ് എന്ന് പറയുന്നത് അവർ തുടരുന്നത് ആരെയാണോ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫദ്ലിനെ അത് സൂചിപ്പിക്കുന്നു എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അഫ്ളലുർ റസൂൽ എന്ന് പറയുകയാണ്. കൂടാതെ ധാരാളം ഹദീസുകൾ കൊണ്ടുവരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ജലസ അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബ് ഇങ്ങനെ ഇരിക്കുമ്പോൾ യൻതദിറൂനഹു, റസൂലുള്ളാഹിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഇരിക്കുകയാണ് ക്ലാസിന് വേണ്ടി. റസൂലുള്ളാഹിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് അവർക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ, അവർക്ക് ഒഴിവുള്ളപ്പോൾ അവർ ശുഗലായത് ദിക്ർ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മഹത്വം പറയൽ കൊണ്ടാണ്. അത്ഭുതം തന്നെ, മഹത്വം തന്നെ. ഇത്തഖദല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാം അബുൽ ബശർ, ആദം നബി അലൈഹിസ്സലാമിനെ അബുൽ ബശറായി അല്ലാഹു തിരഞ്ഞെടുത്തത് വല്ലാത്ത അത്ഭുതമാണ്. നോക്ക്, സഹാബത്ത് മുൻഗാമികളുടെ മഹത്വം പറയുന്നു. സഹാബത്ത് അമ്പിയാക്കളുടെ മഹത്വം പറഞ്ഞ് അവർക്ക് ഫ്രീ ടൈം കിട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാൻ കാത്തിരിക്കുമ്പോ ആ ടൈമിൽ അവർ നബി സല്ലല്ലാഹു അമ്പിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ മഹത്വം പറയുകയാണ്. ഒരു കൂട്ടം ആദം നബിയുടെ മഹത്വം പറയുന്നു. വേറൊരു കൂട്ടം ഇത്തഖദല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാം ഖലീലുള്ളാഹിയായ അല്ലാഹു ഇബ്രാഹിം നബിയെ തിരഞ്ഞെടുത്തത് വല്ലാത്ത അത്ഭുതം തന്നെ. അജബൻ അജബ എന്ന് പറയുകയാണ്. വേറെ കൂട്ടം അജബൻ അജബ ഇത്തഖദല്ലാഹു മൂസ അലൈഹിസ്സലാം കലീമുല്ലാഹ്, മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു കലീമായി തിരഞ്ഞെടുത്തത് കല്ലമഹു തക്ലീമാ, അത് വല്ലാത്ത അത്ഭുതം തന്നെ. ഇത് കേട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്.